ദൈവത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞപ്പോൾ അത് ചെന്നുകൊള്ളുന്നത് ആന്ധ്ര മുഖ്യമന്ത്രി നായിഡുവിൽ മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവിൻ്റെ മേൽ മാത്രമല്ല, പ്രധാനമന്ത്രി മോദിക്ക് നേരെയുമാണ് പരോക്ഷമായ സുപ്രീം കോടതിയുടെ ഈ വിമർശനം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ദൈവവുമായി അടുത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് താൻ. തൻ്റെ അമ്മ മരിച്ചതോടെ തനിക്ക് ഉള്ള വ്യക്തിബന്ധങ്ങൾ അവസാനിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ചാണ് താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ സുപ്രീം കോടതി ജസ്റ്റിസ് ഗവായിയും പാലക്കാട്ടുകാരനായ കൽപ്പാത്തി സ്വദേശിയായ ജസ്റ്റിസ് വിശ്വനാഥും ചേർന്ന് പുറപ്പെടുവിച്ച ഈ വിധി ചന്ദ്രബാബു നായിഡുവിന് നേരിട്ടുള്ള ഒരു താക്കീതാണെങ്കിൽ നരേന്ദ്രമോദിക്ക് പരോക്ഷമായുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡു വിതരണത്തിൽ ഉയർന്ന വിവാദങ്ങളാണ് ഇപ്പോഴത്തെ വിധിക്ക് ഇടയാക്കിയിരിക്കുന്നത്. തിരുപ്പതി ലഡ്ഡു വിവാദം ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ലഡ്ഡുവിന് വേണ്ടി ഉപയോഗിച്ച നെയ്യിൽ മാംസത്തിൻ്റെ അംശമുണ്ട് എന്ന ആരോപണമാണ്. ആ ആരോപണമാണ് ചന്ദ്രബാബു നായിഡു, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡു ഉന്നയിച്ചത്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുകയും SITയെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുകയും മുഖ്യമന്ത്രി ചെയ്തു. അപ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ആരോപണത്തെ തുടർന്ന് ഒഴിവാക്കിയ നെയ്യ് അതാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതെന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. അപ്പോൾ ആ റിപ്പോർട്ട് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിലും സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ സെപ്റ്റംബർ 25 ഈ ആരോപണത്തെക്കുറിച്ച് സർക്കാർ ചന്ദ്രബാബുവിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് FIR ഇട്ടത്. എന്നാൽ 25 FIR ഇട്ട കേസിൽ 18-ാം തീയതി മാധ്യമങ്ങളെ കണ്ട് പരസ്യമായി ഈ ആരോപണം ചന്ദ്രബാബു നായിഡു പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതേക്കുറിച്ചാണ് സുപ്രീം കോടതിയുടെ മറ്റൊരു ചോദ്യം. കാരണം കേസ് സംബന്ധിച്ച് FIR ഇടുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇത്തരം ഒരു ആരോപണം ഭരണഘടനാ സ്ഥാപനമായ ഒരു മുഖ്യമന്ത്രി ഉന്നയിക്കാൻ പാടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ജഗൻമോഹൻ്റെ കാലത്ത് മൃഗക്കൊഴുപ്പ് ഇതിൽ ലഡ്ഡു ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ആരോപണം. അപ്പോൾ SITയെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണമോ, അതേ SITയുടെ അന്വേഷണം മതിയോ എന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കുന്നതിന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് ഗവായിയും ജസ്റ്റിസ് വിശ്വനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ പറയുന്ന മറ്റൊരു കാര്യം, കോടിക്കണക്കിന് വിശ്വാസികളെ, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡുവുമായി ഉള്ള വിവാദം. അപ്പോൾ അങ്ങനെ ഒരു വിവാദം മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ, ചന്ദ്രബാബു നായിഡുവിനെ പോലെ ഒരാൾ പുറത്തുവിടുമ്പോൾ അത് അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ആരോപണം തെറ്റാണെങ്കിൽ, ഈ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ അത് ഹനിക്കുന്നത്, അത് മുറിവേൽപ്പിക്കുന്നത് രാജ്യത്തെ
കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ വികാരമാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി പറയുന്നത് ദൈവത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ദയവായി മാറ്റി നിർത്തുക, ദൈവങ്ങളെ കൂടി രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കുക. എന്തായാലും സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധിയിലെ പരാമർശങ്ങൾ, ഈ ഉത്തരവിലെ പരാമർശങ്ങൾ നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിനും ഒരുപോലെ കൊള്ളുന്നതാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതും ദൈവവിശ്വാസികളെ കൂട്ടുപിടിക്കുന്നതും രാഷ്ട്രീയ വിജയം നേടുന്നതിനു വേണ്ടി മതത്തെയും ദൈവത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നതും അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് തന്നെയാണ് സുപ്രീം കോടതി നൽകുന്ന മുന്നറിയിപ്പ്.